ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മൾ പുതിയൊരു റിവിഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്റ്റോർ കീപ്പറിൻ്റെ റിവിഷൻ തുടങ്ങുകയാണ്. നമ്മളപ്പോൾ ഇതിന് മുമ്പ് അസിസ്റ്റൻറ്റ് ടൈം കീപ്പറിൻ്റെ റിവിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കടക്കാൻ. എന്നാണ് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സിലബസ് ഒരേതാണ്. ഒക്കെ 10th ലെവൽ എക്സാമാണ്, മെയിൻ എക്സാമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാം പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിയിട്ട് അത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് ഈ റിവിഷൻ തരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, എൻ്റെ താഴെ പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്ന്. അതിൽ ഒന്നാമത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്നും, 2 ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്, 3 അതുലൻ എന്ന കവിയാണ് രചയിതാവ്, 4 രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി എന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതിലെല്ലാം ശരിയായിട്ടാണ് തന്നിട്ടുള്ളത്. ശരിക്കും നമുക്ക് ഇതിലാകെ അറിയാൻ സാധ്യതയുള്ളത്, അതായത് ഒരുവിധം വായിച്ചു വിട്ടവർക്ക് മാത്രം, നന്നായി പഠിച്ചവർക്കാണെങ്കിൽ മുഴുവനായി അറിയാം, അല്ലാത്തവർക്ക് അറിയാൻ സാധ്യതയുള്ളത് അതുലൻ രചിച്ചതാണ് എന്ന് മാത്രമായിരിക്കും. അതുലൻ എന്ന കവിയാണ് മൂഷകവംശ മഹാകാവ്യം രചിച്ചത് എന്ന് മാത്രമായിരിക്കാം. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോഴും നമുക്ക് 2 ഡൗട്ടായി വരും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് നമ്മുടെ ചരിത്ര സ്രോതസ്സുകളും മറ്റ് ശാസനങ്ങളും ആയിട്ടുള്ളത്, ഒരുപാടായിട്ട് ഡീപ്പായിട്ടും അല്ല, എന്നാൽ കുറച്ചായിട്ട് നമുക്ക് എക്സാം ആകുമ്പോഴത്തേനും തീർക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് പുരാവസ്തുശാസ്ത്രം എന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. പുരാവസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് പുരാവസ്തുശാസ്ത്രം എന്നറിയപ്പെടുന്നത്. ചരിത്രത്തിന്റെ തോഴി എന്നാണ് ഈ പുരാവസ്തു പഠനം അറിയപ്പെടുന്നത്. പുരാവസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് പുരാവസ്തുശാസ്ത്രം. ചരിത്രത്തിന്റെ തോഴി എന്നാണ് പുരാവസ്തു പഠനം അറിയപ്പെടുന്നത്. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. ഇന്ത്യയിൽ പുരാവസ്തു ഗവേഷണങ്ങൾ നടത്തുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കീഴിലാണ് ഇന്ത്യയിൽ പുരാവസ്തു ഗവേഷണങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കാം. കാനിങ് പ്രഭു മുൻകൈ എടുത്തിട്ടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1861 മുൻകൈ എടുത്തത് കാനിങ് പ്രഭുവാണ്. ഇതിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ ചരിത്ര സ്രോതസ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ശാസനങ്ങൾ, എന്താണ് ചെപ്പേടുകൾ, ഈ 2 രീതിയിലാണ് നമുക്ക് പുരാതനമായ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്. നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ശാസനങ്ങളിലൂടെയും ചരിത്ര സ്രോതസ്സുകളിലൂടെയും ചരിത്ര പുസ്തകങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോൾ ഈ ശിലാശാസനങ്ങൾ എന്തൊക്കെയാണ്, ചെപ്പേടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഇത് എന്ന് നോക്കാം. അതായത് പണ്ട് കാലത്ത് മധ്യകാല കേരളത്തിൽ നാടുവാഴികൾ, ക്ഷേത്രങ്ങൾ, അതുപോലെ കച്ചവട സംഘങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവർക്കെല്ലാം ഈ രാജാക്കന്മാരെ ചാർത്തി കൊടുക്കുന്ന അധികാര രേഖകളും ഭരണപരമായ കാര്യങ്ങളും ശാസനങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഈ ശാസനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതായത് കച്ചവട സംഘങ്ങൾക്കും മറ്റും അതുപോലെ നാടുവഴികൾക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന അധികാര രേഖകളും ഭരണപരമായ കാര്യങ്ങളും ആണ് ഈ ശാസനങ്ങളിൽ ഉണ്ടാവാറുള്ളത്. അതിൽ ശിലാശാസനം പറഞ്ഞാൽ, ശില പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അല്ലേ, കല്ലുകളാണ് അല്ലേ. അപ്പോൾ ശിലാശാസനം എന്ന് പറഞ്ഞാൽ കല്ലിൽ എഴുതിയതാണ്. അപ്പോൾ ചെപ്പേടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെപ്പേട്, ചെമ്പ് എന്ന് ഓർത്ത് വയ്ക്കുക. ചെപ്പേട് ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്തതിനെയാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ശാസനങ്ങളെ കുറിച്ച് നോക്കാം. തരിസാപ്പള്ളി ശാസനം, അതുപോലെ വാഴപ്പള്ളി ശാസനം, ഹജൂർ ശാസനം, ജൂതശാസനം, പാലിയം ശാസനം, മാമ്പള്ളി ശാസനം, ഇങ്ങനെ കുറച്ച് ശാസനങ്ങളെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യത്തേത്, ഏറ്റവും കേരളത്തിൽ നിന്ന് ഈ കണ്ടെടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കം ചെന്ന ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാഴപ്പള്ളി ശാസനമാണ്. വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് ഏറ്റവും പഴക്കം ചെന്ന ശാസനം എന്ന് പറയുന്നത്. അതിൽ പറയുന്ന രാജാവിനെ ഓർത്തു വയ്ക്കാം. രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ രാമരാജശേഖരനാണ്. ചേര രാജാവാണ്. ആരാണ്? ചേര രാജാവാണ് ഈ രാമരാജശേഖരൻ എന്ന് പറയുന്നത്. ഈ സംഘകാലഘട്ടത്തിൻ്റെ ആദ്യ ദശകങ്ങളിലൊക്കെ കേരളത്തിൽ പ്രധാനമായിട്ട് ഭരണം നടത്തിയിട്ടുള്ളത് ഈ 3 രാജവംശങ്ങളാണ്. ഏതാണെന്ന് പറഞ്ഞാൽ
ആയി രാജവംശം, ചേര രാജവംശം, ഏഴിമല രാജവംശം ഒക്കെയാണ്. ഈ ആയി രാജവംശം ഉണ്ടായിരുന്നത് തെക്ക് ഭാഗത്തും ചേര രാജവംശം ഉണ്ടായിരുന്നത് വടക്കു ഭാഗത്തുമാണ്. ഏഴിമല രാജവംശം വടക്കേ അറ്റത്തുമായിട്ടാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ പറയുന്ന ഈ ശാസനങ്ങൾ പ്രധാനമായിട്ട് ചേരന്മാരെ കുറിച്ചിട്ടും ആയ രാജാക്കന്മാരെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അപ്പം വാഴപ്പള്ളി ശാസനം ആരാണെന്ന് ചോദിച്ചാൽ രാജശേഖരനാണ്. കുലശേഖര രാജാവായ രാമരാജശേഖരൻ ചേര രാജ്യത്തെ രാജാവാണ്. എവിടുത്തെ രാജാവാണ്? ചേര രാജ്യത്തെ രാജാവാണ്. ശ്രീ ഭണ്ഡാരകൻ, പരമഭണ്ഡാരകൻ, പെരുമാൾ അടികൾ എന്നിങ്ങനെ വാഴപ്പള്ളി ചെപ്പേടിൽ പരാമർശിച്ചിരിക്കുന്നത് ഈ രാമരാജശേഖരനെയാണ്. ശ്രീ ഭണ്ഡാരകൻ, പരമഭണ്ഡാരകൻ, പെരുമാൾ അടികൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? രാമരാജശേഖരനെയാണ്. അദ്ദേഹം ഒരു ചേര രാജാവാണ്. മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനം കൂടിയാണ് ഏത്? വാഴപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. അപ്പോൾ വാഴപ്പള്ളി ശാസനത്തിൽ 3 ഓർത്ത് വയ്ക്കുക. ഏറ്റവും പഴക്കം ചെന്നത് മലയാള ലിപി പ്രത്യക്ഷപ്പെട്ടത്. അതിൽ പറഞ്ഞിരിക്കുന്ന രാജാവ് രാമരാജശേഖരനാണ്, ചേര രാജാവാണ്. ശ്രീ ഭണ്ഡാരകൻ, പരമഭണ്ഡാരകൻ, പെരുമാൾ അടികൾ എന്നെല്ലാം അറിയപ്പെടുന്നത് അദ്ദേഹത്തെ തന്നെയാണ്. അടുത്തത് തരിശാപ്പള്ളി ശാസനം. തരിശാപ്പള്ളി ശാസനത്തിൽ പറയുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതും ചേര രാജാവ് തന്നെയാണ്. സ്ഥാണുരവിവർമ്മയാണ്. സ്ഥാണുരവിവർമ്മയെ കുറിച്ച് പറയുന്നതുകൊണ്ട് തന്നെ അതിന് സ്ഥാണുരവി ശാസനം എന്നും അല്ലെങ്കിൽ കോട്ടയം ചെപ്പേട് എന്നും അറിയപ്പെടുന്നു. നമ്മൾ പറഞ്ഞു വടക്ക് ഭാഗത്തായിട്ടാണ് ഈ ചേര രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും വടക്കേറ്റത്തല്ല, കുറച്ച് വടക്ക് ഭാഗമായിട്ട്. അപ്പോൾ ചേര രാജാവായിരുന്ന സ്ഥാണുരവിവർമ്മൻ്റെ കാലത്ത് വേണാട് നാടുവാഴിയായിരുന്ന അയ്യനടികൾ തിരുവടികളാണ് ഈ എത്രാം നൂറ്റാണ്ടാണെന്ന് ചോദിച്ചാൽ 9-ാം നൂറ്റാണ്ടിൽ AD 849 തരിശാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. അപ്പോൾ വേണാട് നാടുവാഴികളായിരുന്ന അയ്യനടികൾ തിരുവടികളാണ് 9-ാം നൂറ്റാണ്ടിൽ തരിശാപ്പള്ളി ശാസനം രചിച്ചത്. അതുകൊണ്ട് തന്നെ സ്ഥാണുരവിവർമ്മയുടെ കാലത്തായതുകൊണ്ട് അതിനെ സ്ഥാണുരവി ശാസനം, കോട്ടയം ചെപ്പേട് എന്നെല്ലാം അറിയപ്പെട്ടിരുന്നു. ഈ തരിശാപ്പള്ളി ശാസനത്തിലാണ് ക്രിസ്ത്യാനികളെ കുറിച്ച് വിശദീകരിക്കുന്നത്. ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തരിശാപ്പള്ളി ശാസനമാണ്. അടുത്തതുണ്ട് ഹജൂർ ശാസനം. എന്താണ് എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിലെ ദിവസങ്ങൾ എണ്ണം പറഞ്ഞ കലിവർഷത്തെ കണക്കാക്കിയ ആദ്യ ശാസനമാണ്. അത് കലിയുഗം പിന്നിട്ടിട്ട് 14,49,087 ദിവസങ്ങൾ കഴിഞ്ഞു എന്നാണ് ആ ശാസനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിവസങ്ങളുടെ എണ്ണം പറഞ്ഞ് കലിവർഷത്തെ കണക്കാക്കിയ ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹജൂർ ശാസനമാണ്. AD 866 ആയി രാജാവായ കരുനന്തടകനാണ്. അപ്പോൾ രാജവംശം ഏതാണ്? ആയി രാജവംശമാണ്. കരുനന്തടകനാണ് ഈ ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. രാജവംശം ഓർത്ത് വയ്ക്കുക. അടുത്തത് മാമ്പള്ളി ശാസനം. മാമ്പള്ളി ശാസനം എപ്പോഴാണ് വന്നത് പറഞ്ഞാൽ അത് വേണാട് രാജാവായിരുന്ന ശ്രീവല്ലഭൻ കോതയാണ് ഇത് പുറപ്പെടുവിച്ചിട്ടുള്ളത്. AD 974 വേണാട് രാജാവായ ശ്രീവല്ലഭൻ കോതയാണ് ഈ മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കൊല്ലവർഷം കറക്റ്റായിട്ട് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം കൂടിയാണ്. കൊല്ലവർഷം 149. അങ്ങനെ കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം കൂടിയാണ് മാമ്പള്ളി ശാസനം എന്ന് പറയുന്നത്. ഈ ശാസനം എഴുതിയിട്ടുള്ളത് ചാട്ടൻ ചാട്ടയ്യനാണ് ഈ ശാസനം മാമ്പള്ളി ശാസനം എഴുതിയിട്ടുള്ളത്. പത്മനാഭപുരം കൊട്ടാരത്തിലാണ് ഈ ശാസനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ജൂതശാസനം ജൂതപട്ടണം എന്നും കൂടി അറിയപ്പെടുന്ന ശാസനമാണ് ജൂതശാസനം എന്ന് പറയുന്നത്. ഇതിൽ കൊടുങ്ങല്ലൂരിലെ ജൂത കോളനിയെക്കുറിച്ചും ഈ ശാസനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ജൂതപട്ടണം എന്നറിയപ്പെടുന്ന ശാസനമാണ് ജൂതശാസനം. ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മട്ടാഞ്ചേരി ജൂത പള്ളിയിലാണ്. ഇതിൽ വരുന്നത് ചേര പെരുമാൾ രാജാവായിരുന്ന 10-ാം നൂറ്റാണ്ടിലെ ചേര പെരുമാൾ രാജാവായിരുന്ന ഭാസ്കരൻ രവിവർമ്മൻ അദ്ദേഹത്തിൻ്റെ 38ാമത് ഭരണവർഷമായ AD 1000 മഹോദയപുരത്ത് വെച്ച് 5 വണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാനും പല്ലക്കിൽ യാത്ര ചെയ്യാനും ചുങ്കവും മറ്റും നികുതികളും സ്വന്തമായി പിരിക്കാനുമുള്ള 72 അവകാശങ്ങൾ നൽകിക്കൊണ്ട് 5 വണ്ണ സ്ഥാനം അനുവദിച്ചു കൊടുക്കുന്ന ശാസനമാണിത്. നമ്മൾ പറഞ്ഞു ശാസനം പറഞ്ഞാൽ ഇതുപോലെ വ്യാപാരികൾക്കും അതുപോലെ നാടുവാഴികൾക്കൊക്കെ രാജാവ് എന്ത് എഴുതി കൊടുക്കുകയാണ്? ഭരിക്കാനും കച്ചവടം നൽകാനും ഉള്ളതൊക്കെ എഴുതി നൽകുന്നതിനെയാണ് ശാസനങ്ങൾ എന്ന് പറയുക. എന്തിൽ?
ഒന്നിലേൽ ശിലയിലോ അല്ലെങ്കിൽ ചെമ്പിലോ എഴുതി നൽകുന്നതിനെയാണ് ശാസനങ്ങൾ എന്ന് പറയുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്തതാണ് പാലിയൻ ശാസനം. പാലിയൻ ശാസനം വന്നിട്ട് ആയി രാജവംശത്തിൻ്റെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഹജൂർ ശാസനം ആയി രാജവംശത്തിൻ്റെ പറഞ്ഞു. അതുപോലെ പാലിയൻ ശാസനം ഹജൂർ രാജവംശത്തിൻ്റെ രാജാവായ വിക്രമാദിത്യ വരഗുണൻ തൻ്റെ 15ാം ഭരണവർഷത്തിൽ, ഏതാം നൂറ്റാണ്ട് ചോദിച്ചാൽ 9ാം നൂറ്റാണ്ടാണ് കേട്ടോ. 15ാം ഭരണവർഷത്തിൽ ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിൽ ശ്രീമൂലം വാസം ബുദ്ധസംഘത്തിന് നൽകിയിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ചാണ് പാലിയൻ ശാസനം പറഞ്ഞിട്ടുള്ളത്. ഇത് ശ്രീമൂലവാസം ചെപ്പേട് എന്നറിയപ്പെടുന്നു. ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിലെ ശ്രീമൂലവാസം എന്ന ബുദ്ധസംഘത്തിന് നൽകിയിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് ഈ പാലിയൻ ശാസനം. അതുകൊണ്ട് തന്നെ ഇത് ശ്രീമൂലവാസം ചെപ്പേട് എന്നറിയപ്പെടുന്നു. ഇത് കണ്ടെടുത്തത് TA ഗോപിനാഥ റാവു ആണ്. ഇതിൽ തന്നെ പരാന്തക ചോളന്റെ കേരള ആക്രമണത്തെക്കുറിച്ചും ഏതിൽ പറഞ്ഞിട്ടുണ്ട്? പാലിയം ശാസനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഏറ്റവും പ്രാചീനമായ സംസ്കൃത ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐതിരീയ ആരണ്യകമാണ്. അതുപോലെ തന്നെ ചന്ദ്രഗുപ്തന്റെ രാഷ്ട്രോപദേശകനായിരുന്ന ചാണക്യൻ, അതായത് കൗഡല്യൻ എന്നറിയപ്പെടുന്ന ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. അത് എങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്? ചൂർണി എന്നാണ്. അപ്പോൾ നമ്മൾ മൂഷകവംശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, 11ാം നൂറ്റാണ്ടാണ് മൂഷകവംശം. അതുലനാണ് അത് എഴുതിയത്. കണ്ണൂർ ജില്ലയിലെ ഏഴിമല തലസ്ഥാനമാക്കിക്കൊണ്ട് നിലനിന്നിരുന്ന മൂഷകവംശം എന്ന രാജവംശത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണെന്ന് പറഞ്ഞു. അതിൽ ഏകദേശം 15ഓളം കൃതികളുണ്ട്. മൂഷകവംശ ഭരണാധികാരിയായ ശ്രീകണ്ഠന്റെ സദസ്സിലെ കവിയായിരുന്നു അതുലൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്രപരമായ ദിനവൃത്താന്തം എന്ന് പറയപ്പെടുന്ന കൽഹനന്റെ രാജതരംഗിണിയേക്കാൾ 1 നൂറ്റാണ്ട് പഴക്കം ഈ കൃതിക്കുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ മണിപ്രവാളം പറഞ്ഞ എന്താണെന്ന് പറയട്ടെ. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും അതുപോലെ പഴയ മലയാള ഭാഷയും ചേർന്നിട്ടുള്ള ഒരു ഭാഷാ ശൈലിയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. അതായത് പഴയ മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാളവും ചേർന്നുകൊണ്ടുള്ള ഭാഷാശൈലിയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മണിപ്രവാളത്തിൽ തന്നെ ഒരുപാട് കൃതികളും ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരുപാട് കൃതികളുണ്ട്. കാളിദാസന്റെ രഘുവംശത്തിൽ കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലക്ഷ്മിദാസന്റെ സംസ്കൃത സന്ദേശകാവ്യമായ ശൂക സന്ദേശത്തിൽ കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരുപാട് കൃതികളുണ്ട്. അങ്ങനെ നമുക്ക് കേരളത്തെ പരാമർശിച്ച ഏറ്റവും പ്രാചീനമായ സംസ്കൃത ഗ്രന്ഥം ചോദിച്ചാൽ ഐതിരീയ ആരണ്യകമാണ്. ഒക്കെ നമ്മളിതൊക്കെ വരും ക്ലാസ്സുകളിൽ പറ്റുകയാണ് പറഞ്ഞാൽ ഒരുപാട് പറയാൻ നോക്കാം. ഇനി കുറച്ച് സാമൂഹിക നവോത്ഥാന സംഘടനകളും അതിൻ്റെ സ്ഥാപകരെയും കുറിച്ച് നോക്കാം. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP 1903 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത്. ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ്? തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. 1907 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് 1917 വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1917 സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത്. അതുപോലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ചതാണ് CMI കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന സംഘടന 1831. അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. 1909 പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എല്ലാം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഈഴവ സമാജം സ്ഥാപിച്ചത് TK മാധവനാണ്. ഞായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. 1921 തിരുവിതാംകൂർ ചേരമർ മഹാസഭ പാമ്പാടി ജോൺ ജോസഫ് 1921. അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ 1912 സ്ഥാപിച്ചതാണ് കല്യാണദായിനി സഭ. 1907 അരയ സമാജം സ്ഥാപിച്ചത്. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ്. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് 1913 പണ്ഡിറ്റ് കറുപ്പനാണ് സ്ഥാപിച്ചത്. ആനന്ദ തീർത്ഥനാണ് 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത്
PK ചാത്തൻ മാസ്റ്ററാണ് കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത്. PK ചാത്തൻ മാസ്റ്ററാണ്. അതുപോലെ ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. സേവികാ സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. നായർ സർവീസ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു മന്നത്ത് പത്മനാഭനാണ് സ്ഥാപിച്ചത്. വിദ്യാപോഷിണി എന്ന സംഘടന ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാപോഷിണി എന്ന സംഘടന ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സ്ത്രീ വിദ്യാപോഷിണി എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സ്ത്രീ വിദ്യാപോഷിണി എന്ന കൃതി രചിച്ചത് വന്നിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയും വിദ്യാപോഷിണി എന്ന സംഘടന ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനുമാണ്. മാറിപ്പോവാതിരിക്കാൻ നോക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച വർഷം 1909. എപ്പോഴാണ്? 1909 പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അതുപോലെ നമുക്ക് കുറച്ച് ജാഥകളെ കുറിച്ച് കൂടി നോക്കാം. യാചനയാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനയാത്ര VT ഭട്ടതിരിപ്പാട് നടത്തിയത്. അതുപോലെ സാമൂഹിക പരിഷ്കരണ ജാഥ VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. 1968 കാനങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയായിരുന്നു. പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ്റെ തന്നെയാണ് കർഷക ജാഥ, മലബാർ ജാഥ, ക്ഷേത്ര ജാഥ എന്ന് പറയുന്നതെല്ലാം നയിച്ചിട്ടുള്ളത് ആരാണ്? AK ഗോപാലനാണ്. പട്ടിണി ജാഥ, അതുപോലെ ക്ഷേത്ര ജാഥ, മലബാർ ജാഥ, കർഷക ജാഥ എല്ലാം നയിച്ചിട്ടുള്ളത് AK ഗോപാലനാണ്. പട്ടിണി ജാഥ 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു. അതുപോലെ 1960 കർഷക ജാഥ നയിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. അതുപോലെ ജീവശിഖ യാത്ര നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനെ നമുക്കറിയാലേ സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ആരുടെ ഉപദേശപ്രകാരമാണ്? ഗാന്ധിജിയുടെ ഉപദേശപ്രകാരമാണ് അദ്ദേഹം സവർണ ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നത്. രാജധാനി ജാഥ നയിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പാലക്കാട് ടു സബർമതി വരെ കർഷക ജാഥ നയിച്ചത് ആനന്ദ തീർത്ഥനാണ്. ഉപ്പ് സത്യാഗ്രഹ ജാഥ പാലക്കാട് ടു പയ്യന്നൂർ വരെ നടത്തിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പഴയ പരാമർശമുള്ള കൃതി ഏതാണ്? ഐതരേയ രായണ്യമാണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന രാമായണത്തിലെ ഭാഗം ചോദിച്ചു പറഞ്ഞാൽ കിഷ്കിന്ധാകാന്ഡമാണ്. കേരള പരാമർശമുള്ളതും കാലം നിർണയിച്ചിട്ടുള്ളതുമായ ഏറ്റവും പ്രാചീന രചന ഏതാണെന്ന് ചോദിച്ചാൽ കാത്യായനാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു പെരിയാറിനെ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്ന ചാണക്യന്റെ രചന ഏതാണെന്ന് ചോദിച്ചു അർത്ഥശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രം കാളിദാസന്റെ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്ന രഘുവംശത്തിലാണ്. കാളിദാസന്റെ രഘുവംശത്തിലാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മൂഷകവംശം രചിച്ചത് ആരാണെന്നാണ് പറഞ്ഞത്? അതുലനാണ്. എത്രാം നൂറ്റാണ്ടിലാണ്? 11-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞു. ഏത് പ്രദേശമാണ്? കേരളത്തിലെ ഏത് പ്രദേശമാണ്? കോലത്തുനാടാണ് പ്രദേശമായി വരുന്നത്. ഏതിലും? മൂഷകവംശത്തിന്റെ. ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അച്ചി ചരിതമാണ് ഉണ്ണി അച്ചി ചരിതം എന്ന് പറയുന്നത്. ഒരു കേരളീയൻ രചിച്ച ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഒരു കേരളീയൻ രചിച്ച ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അതിന് അർത്ഥം വന്നിട്ട് പോരാളികൾക്കുള്ള സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പോരാളികൾക്കുള്ള സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ദേവരാജൻ രചിച്ചതാണ് ബാലമാർത്താണ്ഡ വിജയം എന്ന് പറയുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് വി നാഗമയ്യയാണ്. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുതമേനോനാണ്. മുഹിദ്ദീൻ മാല എന്ന അറബി മലയാളം കൃതി രചിച്ചത് ഗാസി മുഹമ്മദാണ്. അത് എഴുത്ത് അറബിയിലിരിക്കുക. അറബി മലയാളം രചിച്ചത് ആരാണ്? മുഹിദ്ദീൻ മാല രചിച്ചത് ഗാസി മുഹമ്മദാണ്. കേരളത്തിലെ പെരുമാക്കന്മാർ എന്ന പുസ്തകം രചിച്ചത് MGS നാരായണനാണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള ശാസനം അശോകന്റെ കാലത്തുള്ള ശാസനമാണ്. അശോക ചക്രവർത്തിയുടെ കാലത്തുള്ള ശാസനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്.
അത് രണ്ടാം ശാസനം, അശോക ചക്രവർത്തിയുടെ രണ്ടാം ശാസനം, 13ാം ശാസനം എന്നിവയിലാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് അയ്യനടികൾ തിരുവടികളാണ്. AD 849 സ്ഥാണു രവിവർമ്മന്റെ 5ാം ഭരണവർഷത്തിലാണ് അയ്യനടി തിരുവടികൾ ഈ ഒരു ചെപ്പേടാണത് തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. വേണാട് രാജാക്കന്മാരുടേതായി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. മേനിപ്പൊന്ന്, പൊലിപ്പൊന്ന് തുടങ്ങിയ നികുതികൾ പിരിച്ചിരുന്നതായി പരാമർശിക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന അടിമ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ച രേഖ ഏതാണ്? കോമൺ സെൻസ് ആണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ച രേഖ ഏതാണ്? കോമൺ സെൻസ് എന്ന രേഖയാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ അമേരിക്കയിലെ ഇതിൽ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്, ആ ഓർമ്മയിലാണ് പറയുന്നത്. അമേരിക്കയിലെ 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയാണ്. അതായത് ഏകദേശം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എല്ലാം നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. അങ്ങനെ നടന്നതിൽ നിന്ന് വിട്ടുനിന്ന ഒരു കോളനി ഉണ്ടായിരുന്നു. അത് ഏതാണെന്ന് ചോദിച്ചാൽ ജോർജിയയാണ്. ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ നിന്നെല്ലാം വിട്ടുനിന്നു. അതായത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാതെ ഈ 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ജോർജിയയാണ്. അപ്പോൾ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1ഉം 2ഉം ഒക്കെ നടന്നത് എവിടെയാണ്? 74 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 75 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. ഇവയെല്ലാം നടന്നത് ഫിലാഡൽഫിയയിൽ തന്നെയാണ്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം 1776 ജൂലൈ 4 ഓർത്തു വയ്ക്കുക. 1776 ജൂലൈ 4 അമേരിക്ക കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. 1783 ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് പാരീസ് ഉടമ്പടിയിലൂടെയാണ്. ഏതാ ഉടമ്പടി? പാരീസ് ഉടമ്പടിയിലൂടെയാണ്. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം ലൂയി 14. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. ഫ്രാൻസിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരായതായിരുന്നു ചോദിച്ചാൽ ബൂർബൺ രാജവംശമായിരുന്നു. ഏതാണ്? ബൂർബൺ രാജവംശമായിരുന്നു. അവിടെ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. എത്ര എസ്റ്റേറ്റാണ് പറഞ്ഞാൽ 3 എസ്റ്റേറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ 1ാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും 2ാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും അതുപോലെ ബാക്കി എസ്റ്റേറ്റിലാണ് ഏറ്റവും താഴെ തട്ടിലുള്ളവരും ഉണ്ടായിരുന്നത്. പ്രഭുക്കന്മാർ 2ാം എസ്റ്റേറ്റിലാണ് എന്ന് പറഞ്ഞു. ഈ കർഷകരിൽ നിന്ന് തിതേ എന്നുള്ള പേരിലുള്ള നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ചോദിച്ചാൽ 1ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന പുരോഹിതന്മാരായിരുന്നു. ആരായിരുന്നു? 1ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന പുരോഹിതന്മാരായിരുന്നു കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ബാക്കിയുള്ളവർ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും കഴിഞ്ഞ് ബാക്കിയുള്ളവരാണ് 3ാം എസ്റ്റേറ്റിൽ പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? കച്ചവടക്കാരും എഴുത്തുകാരും ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള മധ്യവർഗക്കാരും കർഷകരും ഒക്കെ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? 3ാം എസ്റ്റേറ്റിലുണ്ടായിരുന്നത്. അവർ ഈ 3ാം എസ്റ്റേറ്റുകാർ സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്ന നികുതിയാണ് തൈലേ എന്ന് പറയുന്നത്. പ്രഭുക്കന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന നികുതികൾ കർഷകരിൽ നിന്ന് പ്രഭുക്കന്മാർ പിരിച്ചെടുത്തതാണ് തിതേ എന്ന് പറയുന്നത്. സർക്കാരിന് നൽകിയിട്ടുള്ളതാണ് തൈലേ എന്ന് പറയുന്ന നികുതി. ഗില്ലറ്റിനിരയായ ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയും ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൂയി 16 മേരി ആന്റോയിനേറ്റുമാണ്. ലൂയി 16 മേരി ആന്റോയിനേറ്റുമാണ്. അതുപോലെ ഫ്രാൻസിലെ ഭീകരവാഴ്ച എന്നറിയപ്പെടുന്ന ഭരണകാലം ഏതാണെന്ന് ചോദിച്ചാൽ 1793 ജൂലൈ മുതൽ 1794 വരെ നീണ്ടുനിന്നിരുന്ന ആ പൊതു സുരക്ഷാ കമ്മിറ്റിയുടെ ഭരണകാലത്തെയാണ് ഭീകരവാഴ്ച എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിൻ ക്ലബ്ബിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനാണ് അല്ലേ.
സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ് എന്ന് പ്രസ്താവിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ്? റൂസോയാണ്. ആരാണ്? ഫ്രഞ്ച് ചിന്തകൻ റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് വിളിക്കുന്നത് നെപ്പോളിയനെയാണ്. യൂറോപ്യൻ സഖ്യസൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ വാട്ടർലൂ യുദ്ധമാണ്. 1815 വാട്ടർലൂ യുദ്ധത്തിലൂടെയാണ് നെപ്പോളിയൻ അതുപോലെ ലോക ചരിത്രത്തിൽ നമുക്ക് ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, അതുപോലെ ചൈനീസ് വിപ്ലവം, ഒന്നാം ലോകമഹായുധം, രണ്ടാം ലോകമഹായുധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് പറയുന്നത്. ചൈനീസ് വിപ്ലവത്തെ കുറിച്ചിട്ട് ഇപ്രാവശ്യം നടന്ന ഈ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എപ്പോഴാണ് ചൈനീസ് വിപ്ലവം അല്ലെങ്കിൽ ചൈന റിപ്പബ്ലിക് നിലവിൽ വന്നത് എന്നുള്ള ലെവലിൽ 1949 ഒക്ടോബർ 1 മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് നിലവിൽ വന്നത്. ഈ ക്വസ്റ്റ്യന് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി കവർ ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഈ പ്രകൃതി ബലങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ആദ്യം ശക്തി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്നുള്ള ലെവലിൽ ഒന്ന് പഠിച്ചെടുക്കാം. കാരണം അങ്ങനെ ചോദിക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞു വയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കൂടിയതിൽ ഏറ്റവും ശക്തി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന ക്രമത്തിൽ അടിസ്ഥാന പ്രകൃതി ബലങ്ങൾ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് പ്രബല ആണവ ബലമാണ്, പിന്നെ വൈദ്യുത കാന്തിക ബലം, പിന്നെ ക്ഷീണ ആണവ ബലം, പിന്നെ ഗുരുത്വ ബലമാണ് വരുന്നത്. ഈ ഗുരുത്വ ബലത്തിന്റെ സ്വാധീന പരിധി എന്ന് പറയുന്നത് അനന്തമാണ്. എല്ലാ വസ്തുക്കളിലും ഈ ബലത്തിന്റെ സ്വാധീന മേഖലകളുണ്ട്. ഏതില്? ഗുരുത്വ ബലത്തിന്റെ. ക്ഷീണ ആണവ ബലത്തിന്റെ സ്വാധീന പരിധി എന്ന് പറയുന്നത് അതിസൂക്ഷ്മവും അണുകേന്ദ്ര വലുപ്പമുള്ളതുമാണ്. അണുകേന്ദ്ര വലുപ്പമുള്ളതാണ്. ചില പ്രാഥമിക കണങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രോൺ, ന്യൂട്രോണുകൾ എന്നിവയിലാണ് ഈ ബലത്തിന്റെ സ്വാധീന മേഖല എന്ന് പറയുന്നത്. ഏതിന്റെ? ക്ഷീണ ആണവ ബലത്തിന്റെ. വൈദ്യുത കാന്തിക ബലത്തിന്റെ സ്വാധീന പരിധി പറയുന്നതും അതുപോലെ നമ്മൾ നേരത്തെ ഗുരുത്വ ബലത്തിന്റെ പറഞ്ഞ പോലെ അതും അനന്തമാണ്. ചാർജിത കണങ്ങളാണ് ഈ ബലത്തിന്റെ സ്വാധീന മേഖല എന്ന് പറയുന്നത്. പ്രബല ആണവ ബലത്തിന്റെ ആപേക്ഷിക ശക്തി 1 ഇതിന്റെ സ്വാധീന പരിധി സൂക്ഷ്മവും അണുകേന്ദ്ര വലുപ്പവും ഉള്ളതുമാണ്. ന്യൂക്ലിയോണുകൾ, ഭാരമേറിയ പ്രാഥമിക കണങ്ങൾ എന്നിവയിലാണ് പ്രബല ആണവ ബലത്തിന്റെ സ്വാധീന മേഖലകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന പ്രകൃതി ബലങ്ങളാണ് നമ്മൾ ശക്തി കൂടുതലിൽ നിന്ന് ശക്തി കുറഞ്ഞതിലേക്ക് എന്നുള്ള ലെവലിൽ പറഞ്ഞത്. ഫസ്റ്റ് പ്രബല ആണവ ബലം, പിന്നീട് വൈദ്യുത കാന്തിക ബലം, പിന്നെ ക്ഷീണ ആണവ ബലം എല്ലാമാണ് വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ഗുരുത്വ ബലത്തെ കുറിച്ച് നോക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിൽ അവയുടെ പിണ്ഡങ്ങളുടെ തോതനുസരിച്ച്, മാസിന്റെ തോതനുസരിച്ച് അന്യോന്യം ചെലുത്തുന്ന ബലത്തെയാണ് ഗുരുത്വ ബലം എന്ന് പറയുന്നത്. രണ്ട് വസ്തുക്കൾ തമ്മിൽ അവയുടെ പിണ്ഡങ്ങളുടെ തോതനുസരിച്ച് അന്യോന്യം ചെലുത്തുന്ന ബലമാണ് ഗുരുത്വ ബലം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മറ്റെല്ലാ വസ്തുക്കളുമായി ഈ ബലം പരസ്പരം ചെലുത്തുന്നുണ്ട്. ഭൂമി പ്രയോഗിക്കുന്ന ഭൂഗുരുത്വ ബലം മൂലമാണ് വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുന്നത്. മുകളിൽ നിന്ന് വസ്തുക്കൾ താഴേക്ക് വീഴുന്നതും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ പരിക്രമണം ചെയ്യുന്നതിനെല്ലാം കാരണം ഈ ഗുരുത്വ ബലമാണ്. അത് വൈദ്യുത കാന്തിക ബലത്തെ കുറിച്ച് നോക്കാം. ചാർജിത കണങ്ങൾക്കിടയിലുള്ള ബലമാണ് വൈദ്യുത കാന്തിക ബലം എന്ന് പറയുന്നത്. വൈദ്യുത കാന്തിക ബലം എങ്ങനെയാണ്? ചാർജിത കണങ്ങൾക്കിടയിലെ ബലമാണ് വൈദ്യുത കാന്തിക ബലം എന്ന് പറയുന്നത്. ചലനത്തിലുള്ള ചാർജ് ഒരു കാന്തിക പ്രതിഭാസത്തിന് കാരണമാവുകയും ഒരു വസ്തുവിനോ കണത്തിനോ ചുറ്റുമായി അതൊരു കാന്തിക മണ്ഡലം ഉണ്ടാക്കുകയും അത് ചലിത വസ്തുവിന്മേൽ ഒരു ബലം ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് വൈദ്യുത കാന്തിക ബലം എന്ന് പറയുന്നത്. ഗുരുത്വ ബലം പോലെ തന്നെ വൈദ്യുത കാന്തിക ബലവും സർവ്വവ്യാപിയും മാധ്യമത്തിന്റെ ആവശ്യമില്ലാത്തതുമാണ്. ഈ വൈദ്യുത കാന്തിക ബലത്തിന് ഗുരുത്വാകർഷണത്തെ അപേക്ഷിച്ച് ശക്തി കൂടുതലാണ്. വൈദ്യുത കാന്തിക ബലത്തിന് ഗുരുത്വ ബലത്തിനേക്കാൾ നമ്മൾ പറഞ്ഞ ഏറ്റവും കുറവുള്ളത് ആർക്ക്? ശക്തി കുറവുള്ളത് ആർക്കാണ്? ഗുരുത്വ ബലത്തിനാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഫസ്റ്റ് നമ്മൾ ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആകർഷിക്കുകയാണ് ഈ ഭൂഗുരുത്വ ബലത്തിന്റെ സ്വഭാവം പറഞ്ഞാൽ വൈദ്യുത കാന്തിക ബലം എന്ത് ചെയ്യും? ആകർഷിക്കുകയും ചെയ്യും, അതുപോലെ വികർഷിക്കുകയും ചെയ്യും. അടുത്തത് പ്രബല ആണവ ബലം. നമ്മൾ പറഞ്ഞു പ്രബല ആണവ ബലമാണ് ഏറ്റവും ശക്തി കൂടുതൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അണുകേന്ദ്രത്തിലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിനെയും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണിനെയും ഒരുമിച്ച് നിർത്തുന്ന ബലമാണ് ഈ പ്രബല ആണവ ബലം എന്ന് പറയുന്നത്.
അടിസ്ഥാന പ്രകൃതി ബലങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് ഈ പ്രബല ആണവ ബലം എന്ന് പറയുന്നത്. വൈദ്യുതിക കാന്തിക ബലത്തെ അപേക്ഷിച്ച് 100 ഇരട്ടി ശക്തിയാണ് എന്തിനുള്ളത്? പ്രബല ആണവ ബലത്തിനുള്ളത്. അപ്പോൾ ഓർഡർ ഓർക്കുക, പ്രബല ആണവ ബലം കഴിഞ്ഞാൽ വൈദ്യുത കാന്തിക ബലം, പിന്നെ ക്ഷീണ ആണവ ബലം, അതിനുശേഷമാണ് ഗുരുത്വ ബലം വരുന്നത്. പ്രോട്ടോണും തമ്മിലും ന്യൂട്രോണും തമ്മിലുള്ള നിശ്ചിത സ്ഥാനങ്ങളിൽ നിലനിർത്താൻ ഈ പ്രബല ആണവ ബലം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബലത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് അണു കേന്ദ്രത്തിനകത്ത് മാത്രം ഒതുങ്ങുന്നതാണ്. അടുത്ത് നമുക്ക് ക്ഷീണ ആണവ ബലം കൂടി പറഞ്ഞിട്ട് നിർത്താം. അണുഭാരം കൂടുതലുള്ള വസ്തുക്കളിൽ ബീറ്റ ശോഷണം എന്ന പ്രതിഭാസം പോലുള്ള പ്രത്യേകതരം ആണവ പ്രക്രിയ സംഭവിക്കുന്നിടത്താണ് ഈ ക്ഷീണ ആണവ ബലം പ്രവർത്തിക്കുന്നത്. ബീറ്റ ശോഷണത്തിൽ അണുകേന്ദ്രത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണും ഒരു ആന്റി ന്യൂട്രിനോ എന്ന ഉദാസീന കണവും പുറത്തേക്ക് ഉത്സർജിക്കപ്പെടുന്നു. അപ്പോൾ ഗുരുത്വ ബലത്തേക്കാൾ ശക്തി കൂടിയ ക്ഷീണ ആണവ ബലത്തിന് വൈദ്യുത കാന്തിക ബലം, പ്രബല ബലം എന്നിവയിനേക്കാൾ ശക്തി കുറവാണ്. അപ്പോൾ ക്ഷീണ ആണവ ബലം ഇത്ര ഓർത്ത് വെച്ചാൽ മതി. അണുഭാരം കൂടുതലുള്ള വസ്തുക്കളിൽ ബീറ്റ ശോഷണം എന്ന പ്രതിഭാസം പോലുള്ള പ്രത്യേകതരം ആണവ പ്രക്രിയ സംഭവിക്കുന്നിടത്താണ് ഈ ബലം പ്രവർത്തിക്കുന്നത്. ഏത് ബലം? ക്ഷീണ ആണവ ബലം. അപ്പോൾ ഈ ക്ഷീണ ആണവ ബലം ഈ പ്രബല ആണവ ബലത്തേക്കാൾ വൈദ്യുത കാന്തിക ബലത്തേക്കാളും കുറവാണ്, ശക്തി കുറഞ്ഞതാണ്. അതുപോലെ ഇനി നമുക്ക് കുറച്ചുകൂടെ നോക്കാണ്ട് ഇതുപോലെ തന്നെ സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും എല്ലാം, കൊഹിഷൻ, അഡ്ഹീഷൻ, ഘർഷണം, വിസ്കസ് ബലം, ഇതൊക്കെ നോക്കാണ്ട്. പക്ഷെ നമ്മളെല്ലാം നോക്കി നമ്മുടെ ക്ലാസ് അതിനനുസരിച്ച് നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് നമ്മളെടുത്ത ആ അസിസ്റ്റന്റ് ടൈം കീപ്പറിൻ്റെ റിവിഷനും കൂടി കണ്ടതിന് ശേഷം വേണം ഈ ക്ലാസ് കാണാൻ. എന്നാൽ അതിൽ പറഞ്ഞത് പരമാവധി ഇതിൽ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് അത്രയും ക്ലാസ് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി കാണുന്നതായിരിക്കാം. ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കേട്ട് നോക്കാം. കാരണം എക്സാം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ.